ചേച്ചിയുടെ വീട്ടിൽ വന്നിട്ട് ചേച്ചി മാത്രമേ ഉള്ളോ ഇവിടെ? പിള്ളേരൊക്കെ ഇവിടെ? ഞാൻ മാത്രമൊന്നുമല്ല, എന്റെ ഹസ്ബൻഡ് ഉണ്ട്, മക്കളുണ്ട്. ആരും ഇങ്ങോട്ടൊന്നും കണ്ടില്ലല്ലോ. എന്നാ പിന്നെ ഏറ്റവും ഇളയാളെന്ന് വിളിച്ചാലോ? ഒന്ന് വിളിക്കും കാണ്ടേ. ചുഞ്ചി. ആഹാ, എത്തിയല്ലോ. ചുഞ്ചി വീട്ടിൽ വിളിക്കുന്ന പേര് ചുഞ്ചി. കുഞ്ഞാച്ചിയാണ് അവള്. മോനാണ് പേരിട്ടത് കുഞ്ഞാച്ചി എന്ന്. ഇവള് എന്റെ വയറ്റിലുണ്ടായിരുന്നപ്പോഴും മുതലേ ഇവളെ കുഞ്ഞാച്ചി. ചുഞ്ചിയായ അത് അങ്ങനെ വിളിച്ച് ലോപിച്ച് കുഞ്ഞാച്ചിയായി. കൊറേ പേരുണ്ട്. കുഞ്ഞാച്ചി ഉണ്ട്, ചുഞ്ചിമുത്തി ഉണ്ട്, കുഞ്ഞിപ്പെണ്ണ്, അങ്ങനെ ഒരുപാട് പേര്. ചക്കട ഉണ്ട്. ഏത് പേരാ ഇഷ്ടം വിളിക്കാൻ? കുഞ്ഞാച്ചിയാണോ ഇഷ്ടം? പിന്നെ അമ്മ ഈ ചുഞ്ചി എന്നൊക്കെ വിളിക്കണ എന്തിന്? സ്കൂളിലെ പേരെന്താ? ആദിലക്ഷ്മി. ആഹാ, ആദിലക്ഷ്മി. ക്രിസ്മസ് ഹോളിഡേസ് ഒക്കെ തുടങ്ങിയോ? എക്സാംസ് ഒക്കെ കഴിഞ്ഞാ? ഇവരുടെ സ്കൂളിലെ ക്രിസ്മസ് ആഘോഷമൊക്കെ ഭയങ്കര ആഘോഷം അവരുടെ സ്കൂളില്. ഇത്തവണ ക്രിസ്മസിന് ഞങ്ങൾ ഏഞ്ചൽ ആയിട്ടാണ് ഡ്രസ്സപ്പ് ചെയ്തത്. എന്റെ ദൈവമേ, അമ്മയാണോ ഡിസൈൻ ചെയ്തത് ഡ്രസ്സൊക്കെ? ആണോ? എന്താ ക്രിസ്മസ് അവിടെ പ്രോഗ്രാം മോൾ എന്താ ചെയ്തേ പോയിട്ട്? ഞാൻ ഏഞ്ചൽ ആയിട്ട് അവിടെ ഇങ്ങനെ പാപ്പേനെ കൊണ്ടുവരായിരുന്നു. ആഹാ, ഒത്തിരി ഏഞ്ചൽസ് ഉണ്ടായിരുന്നു? അതോ ഇല്ല, ഞാൻ മാത്രമേ ഒരു ഏഞ്ചലേ ഉള്ളായിരുന്നോ? എന്റെ പൊന്നെ, കൊള്ളാലോ. എത്ര ഗമയായിരുന്നു അറിയാം. അത് തന്നെ. അടി ഉണ്ടാക്കാറുണ്ടോ ചേട്ടനായിട്ട്? ആണോ? അതിനൊരു കുറവില്ല. ഇവള് ഭയങ്കര കുറുമ്പിയാണ്. അവൻ ആകെ അടങ്ങി നിൽക്കുന്നത് ഇവളുടെ മുമ്പിൽ മാത്രാണ്. നിന്നെ കൊണ്ട് ഞാൻ തോറ്റോ എന്ന് പറയും. അമ്മ എല്ലാം ഉണ്ടാക്കി തരുന്ന കഴിക്കാറുണ്ടോ? എന്താ ഫേവറേറ്റ് അമ്മ ഉണ്ടാക്കുന്നതില്? ഇഡ്ലി സാമ്പാർ. ഇത്രയും സംഭവങ്ങൾ അമ്മ ഉണ്ടാക്കിട്ട് ഇഡലി സാമ്പാറാണോ കഴിക്കണേ? എനിക്കിഷ്ടമാണ്. ആണോ? സാമ്പാർ അടിപൊളിയാണ്. എന്റെ ദൈവമേ, അത് പ്രത്യേകതരം വല്ലതും ഉണ്ടോ സാമ്പാറിന്? അതല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ഇപ്പൊ ഫുൾ ടൈം ഇഡലി സാമ്പാർ അല്ല, രാവിലെ അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ലി സാമ്പാർ, പിന്നെ നൂൽപുട്ടും പയറുകറിയും. ഇത് രണ്ടുമാണ് ഫേവറേറ്റ് അവളുടെ. പിന്നെ നോൺ വെജ് എങ്ങനെ ഉണ്ടാക്കി കൊടുത്താലും കഴിച്ചോളും, അതിഷ്ട. മീൻകറിന്റെ ആളാണ്, മുളകിട്ട മീൻകറി. മോളൊരു പാട്ട് പാടുവോ? പാടിക്കേ, കേക്കട്ടെ ചേച്ചി ഒന്ന്. വരുമോ ചാരി നിന്നച്ഛൻ, മിനുങ്ങും മിനുങ്ങി മിന്നി തേടുന്നതാരേ, വരുമോ ചാരി നിന്നച്ഛൻ, നെറുകിൽ തൊട്ടു തലോടി കഥകൾ പാടിയുറക്കാൻ, വരുമോ ചാരി നിന്നച്ഛൻ, പുതുകനവാൽ മഷിയെഴുതി മിഴികളിലാദ്യം, ചിറകുകളിൽ കിലുകിലുങ്ങു തരിവളയേ, കുഞ്ഞി ചുണ്ടിൽ പൊന്നും തേനും തന്നു മമ്മൂട്ടി, പിച്ച വയ്ക്കാൻ കൂടെ വന്നു കൈ നീട്ടി, മിനുങ്ങും മിനുങ്ങി മിന്നി തേടുന്നതാരേ, വരുമോ ചാരി നിന്നച്ഛൻ. അടിപൊളി, നന്നായിട്ട് പാടി. ലിറിക്സ് ആരെ പഠിപ്പിച്ചു തന്നെ? സ്വന്തമായിട്ട് പഠിച്ചതാണോ ചേച്ചി? ഇപ്പൊക്കെ ഒരു സൂക്കേടുണ്ട്. പാട്ട് പുതിയതുപോലെ ഇറങ്ങുമ്പോ ഇത് യൂട്യൂബില് സെർച്ച് ചെയ്തിട്ട് അതിന്റെ കറോക്കെ ഡൗൺലോഡ് ചെയ്ത് കൂടെ ഇരുന്ന് മൊത്തം എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാ പാട്ടും പഠിക്കുമോ? അങ്ങനെ പുതിയ പാട്ട് വരും, മോക്ക് ഇഷ്ടമുള്ള പാട്ട് വരുമ്പോൾ പഠിക്കും അല്ലേ? പാട്ടിനോടും പിന്നെ വരയ്ക്കാനുമാണ് ഭയങ്കര ഇഷ്ടം. രണ്ടുമാണ് അവളുടെ ഹോബീസ്. ഡാൻസ് പഠിക്കുന്നുണ്ട്, പക്ഷെ അതിനേക്കാളൊക്കെ ഇൻട്രസ്റ്റ് പാട്ടും ഇതുമാണ്. ചേച്ചിയുടെ ആ ഒരു വരയ്ക്കാനുള്ള ഒരു കഴിവ് അത് മോനും വരയ്ക്കും ആണല്ലേ? നന്നായിട്ട് വളർന്നു വരട്ടെ അല്ലേ? ഇനി നമുക്ക് ഏറ്റവും എന്താണ് ഭക്ഷണത്തിന്റെ ഏറ്റവും അവസാനം എന്ന് പറയുമ്പോ ഒരു സ്വീറ്റിൽ ഇനിയിപ്പോ കുറെ ഇറച്ചിയൊക്കെ കഴിച്ച് കുറെ കളർഫുൾ ആയിട്ട് എന്തൊക്കെയോ ചേച്ചി നിരത്തി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എന്താ നോക്കാം നമുക്ക്. ഇതുകൊണ്ട് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കാം. ഇതില് കൂടുതലായിട്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത് ഫ്രൂട്ട്സ് ആണ്. ഫ്രൂട്ട്സ് കഴിക്കാന്ന് പറയണത് നമ്മളെ ശരീരത്തിന് എന്നും
നല്ലത് തന്നെയാണ്. കുറെ കൂളാവുകയും ചെയ്യും ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ. അപ്പോൾ ഇതിന് ഇപ്പൊ എന്ത് ഫ്രൂട്ട്സ് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. ഓറഞ്ച് ഒഴിച്ച് ബാക്കി എല്ലാ ഫ്രൂട്ട്സും ഒരുവിധപ്പെട്ട എല്ലാ ഫ്രൂട്ട്സ്. ഓറഞ്ച് ആഡ് ചെയ്യുമ്പോൾ നമ്മളിപ്പോ പാലും ഇതൊക്കെയാണ് ഇതിൽ ആഡ് ചെയ്യുന്നത്. അപ്പം ഓറഞ്ച് ഇടുമ്പോൾ ചിലപ്പോൾ അത് പിരിയാനും ചീത്തയാവാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഓറഞ്ച് മാത്രം ആഡ് ചെയ്യുന്നില്ല. ഇതിപ്പോ ഇതാ മുന്തിരി ഉണ്ട്. ഇതിപ്പോ നോർമൽ മുന്തിരിയാണ്, അല്ലാതെ മറ്റേ ബ്ലാക്ക് ഇല്ലേ, ബ്ലാക്ക് മുന്തിരി ജ്യൂസ് മുന്തിരിയിൽ ഇത് സീഡ്ലെസ് ഉണ്ടാവും. സീഡ്ലെസ് മുന്തിരി ആണെങ്കിൽ കുറച്ചും കൂടെ ഇത് സീഡുള്ള മുന്തിരിയാണ്. അത് അപ്പൊ നമുക്ക് ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് കടിക്കാതിരിക്കും സീഡ്ലെസ് മുന്തിരിയാണ്. പിന്നെ ഇത് ഏത്തക്കായ നല്ല കട്ട് ചെയ്ത്. പിന്നെ ഇത് പോമോഗ്രാനറ്റ്. പിന്നെ ഉള്ളത് ടൂട്ടി ഫ്രൂട്ടി. ഇതെന്ത് സാധനം അറിയാമോ? ടൂട്ടി ഫ്രൂട്ടി ഇതെന്ത് സാധനം അറിയാമോ? ഇത് ഇത് ആദ്യം ഞാൻ കണ്ടപ്പോ വിചാരിച്ചു ഇത് എന്ത് സാധനം, അത് കുറെ കളറ് മിക്സ് ചെയ്തിട്ട്. അപ്പൊ ഞാനത് അന്വേഷിച്ചു അതിനെ പറ്റി എന്താന്ന് പറഞ്ഞ. പിന്നെ പപ്പായ ഇങ്ങനെ അത് കട്ട് ചെയ്ത് ഡ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. പക്ഷെ അത് നല്ല ഒരു സംഭവമാണ്. ശരിക്കും നമ്മള് ഇതും ശരിക്കും പറഞ്ഞ ഫ്രൂട്ട് തന്നെയാണ്. നമ്മൾ മിക്സ് ചെയ്തെടുത്തത് എല്ലാം കേക്ക്സ് അല്ലെങ്കിൽ ഇതേപോലത്തെ ഡ്രിങ്ക്, ഫലൂഡ, പിന്നെ ഫ്രൂട്ട് സാലഡ് ഇതൊക്കെ അലങ്കരിക്കാനായിട്ട് ഉപയോഗിക്കുമെങ്കിലും ഇതും ഒരു ഫ്രൂട്ട് തന്നെയാണ്. പിന്നെ എന്താണ്, ആപ്പിൾ ഉണ്ട്. ആപ്പിള് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. അതേപോലെ തന്നെ ഇത് സേമിയാണ്. സേമിയ ബോയിൽ ചെയ്തിട്ട് ഇത്തിരി പഞ്ചസാരയും മധുരം ഇട്ടിട്ടുണ്ട്. പിന്നെ പാലും ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ട്. ഇത് കസ്കസ്, അത് വെള്ളത്തിൽ ഒഴിച്ച് കസ്കസ് അതും ഇതും കൂടെ. ഇത് നമ്മുടെ ശരീരത്തിന് ഭയങ്കര തണുപ്പ് കിട്ടും. പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നുമില്ല. അതെ, പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നുമില്ല. ജ്യൂസിലൊക്കെ എല്ലാം ആഡ് ചെയ്യാറുണ്ട്. പിന്നെ ഇത് പാലില് പിസ്ത മിക്സ് ചെയ്തതാണ്. ഇത് അതുപോലെ റോസ് പൗഡർ മിക്സ് ചെയ്തത്. ശരി. പിന്നെ ഇത് ഹണി. ഇതിന്റെ അവസാനം ഒരു ഇൻഗ്രീഡിയന്റ് കൂടെ ഉണ്ട്. അത് പറയില്ലത് കഴിക്കാൻ നേരത്തെ മാത്രമേ തരുള്ളൂ. കൂടെ ആഡ് ചെയ്യാനായിട്ട് ഞങ്ങൾ വെച്ചിരിക്കുകയാണ്. അല്ലേ ചുഞ്ചമി? ചുഞ്ചമിക്ക് കുക്കിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവളുടെ ഫേവറേറ്റ് സാധനങ്ങളാണ് ഫ്രൂട്ട്സ് ഇതൊക്കെ. അല്ലേ? തന്നെ ഇതൊക്കെ ചെയ്യുവോ? ഓ, എന്തൊരു ബഹളായിരുന്നു എന്ന് പറയാം. 2-2.5 വയസ്സുള്ള സമയത്ത്, ഒരു 2-3 വയസ്സ്, ദോശ ചൂടണം എന്ന് പറഞ്ഞിട്ട് എന്റെ ദൈവമേ, അമ്മ ഷൂട്ടേ. എന്നിട്ട് അവസാനം ഈ ഒരു സ്റ്റൂൾ ഇട്ടിട്ട് അതിന്റെ മേലെ ഞാൻ കൂടെ നിൽക്കൂട്ടോ. എന്നിട്ട് ദോശ പരത്തി ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എന്നിട്ട് ഫേസ്ബുക്കിലൊക്കെ അപ്ലോഡ് ചെയ്ത്. നല്ല ഭംഗിയില് ദോശ എങ്ങനെ ചുട്ടു. വലുതാകുമ്പോ അടുക്കളയിൽ കേറുമോ എന്നുള്ളതാണ് സംശയം. ഇപ്പോഴും വരും ദോശ ചൂടാനായിട്ട്, അല്ലെങ്കിൽ ഞാൻ തേങ്ങ ചിരണ്ടി തരാന്നൊക്കെ പറഞ്ഞിട്ട്. ഇഷ്ടമാണെങ്കിൽ ചെയ്യാല്ലേ? ഇഷ്ടമാണോ കുക്കിങ്? എന്താ പറയാൻ വന്നല്ലോ, എന്ത് പറയുന്നേ? ഒന്നുമില്ല. അപ്പുറത്ത് പോയിരുന്നു കേട്ടോ. അതുണ്ടാക്കട്ടെ. ഓക്കെ, അമ്മ വിളിക്കാം. ഇനി അടുത്ത ഒരു പാട്ടും കൂടെ പാടണം നമുക്ക് അവസാനം, ക്രിസ്മസ് ആയിട്ട്. ഇവിടെ എല്ലാവരും ഇതാ കാണാനായിട്ട് നോക്കിയിരിക്കുകയാണ്. ചെല്ലിപ്പോയിരുന്നു. ഇനി നമുക്ക് ഇത്, ഞാൻ സസ്പെൻസ് എന്ന് പറഞ്ഞ ഇൻഗ്രീഡിയന്റ് ഇതാട്ടോ. ഐസ്ക്രീം ആണല്ലേ? നമുക്കൊരു സ്കൂപ്പ് ഇല്ലാതെ ഇപ്പൊ ഇവിടെ, അല്ലെങ്കിൽ സ്കൂപ്പ് ഐസ്ക്രീം അങ്ങനെ സ്കൂപ്പ് ചെയ്തെടുക്കായിരുന്നു. ആക്ച്വലി ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നു എന്നുള്ളൂ. ഈ ഒരു ഫ്ലേവർ, എന്ത് ഫ്ലേവർ നമുക്ക് യൂസ് ചെയ്യാം? ഏത് ഫ്ലേവർ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇപ്പോ വാനില അല്ല സ്ട്രോബെറി ആണെങ്കിൽ അടിയിൽ വേറൊരു കളറും അങ്ങനെയൊക്കെ വരും. അതിന് പകരം അങ്ങനെ വരും. പക്ഷെ നമുക്ക് ഈ റോസ് മിൽക്കും പിസ്ത പൗഡറൊക്കെ ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. യെസ്, ഞാനതിപ്പോ ക്രിസ്റ്റൽ ഗ്ലാസ് എടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. അല്ലാതെ നമ്മളെ മറ്റേ പ്ലെയിൻ ഗ്ലാസ് ആണെങ്കിൽ ഒന്നും കൂടി കളേഴ്സൊക്കെ പുറത്തേക്ക് നല്ലോണം കാണും. നമുക്കിതിലേക്ക് ഓരോ ഫ്രൂട്ട്സ് ആഡ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഒരു ലെയർ ആയിട്ട് കിടക്കും. ഇൻ ബിറ്റ്വീൻ ഇത്തിരി ഹണി കൂടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്വീറ്റ് എല്ലായിടത്തും കൂടെ
ക്രിസ്റ്റൽ ഗ്ലാസ് ആയതുകൊണ്ട് ശരിക്കും കാണുന്നില്ല അല്ലേ? ക്ലിയർ അല്ലേ? പക്ഷെ കൊള്ളാം. കളർഫുൾ ചാതെത്തി. ഇത് ജെല്ലിയാണ്. ഇതെങ്ങനെയാണ് ചേച്ചി ഉണ്ടാക്കുന്നത്? ഇത് നമുക്ക് ജെല്ലി പൗഡർ മാർക്കറ്റിൽ ഇഷ്ടംപോലെ വാങ്ങിക്കാൻ കിട്ടും. ഓ ഓ. അത് ജെല്ലി പൗഡറിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കുറച്ച് അത് നല്ലോണം നമ്മൾ സ്റ്റെയർ ചെയ്തുകൊണ്ടേ ഇരിക്കണം ഇതാവുന്നതനുസരിച്ച്. അത് കഴിഞ്ഞിട്ട് അത് കുറച്ച് തണുപ്പിക്കാൻ വെച്ചാൽ റൂം ടെമ്പറേച്ചറിൽ തന്നെ അത് കട്ടിയായി കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ ഒന്നെടുത്ത് താഴെ വെച്ചാൽ മറ്റേ ഫ്രീസറിൽ വെക്കണം എന്നില്ല, നോർമലായിട്ട് വെച്ചാൽ മതി. കാണുമ്പോൾ നല്ല രസമുണ്ടല്ലേ? ജെല്ലി ഫുൾ കളർഫുൾ ഐറ്റംസ് ആണ് എല്ലാം. ശരിക്കും ഉച്ചയ്ക്ക് ഒരു നേരത്ത് ഈ ഒരു സാധനം കഴിച്ചാൽ നമ്മളെ വയറ് കൊള്ളാവും. സത്യം. നോർമൽ ഹണിയാണോ? സാധാരണ ഹണി. അത് സ്കൂപ്പ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് സ്കൂപ്പ് ചെയ്തെടുക്കായിരുന്നു ഐസ്ക്രീം. സ്കൂപ്പ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അതിങ്ങനെ ഒരു സ്കൂപ്പായിട്ട് മുകളിൽ വയ്ക്കാൻ പറ്റും. ഞങ്ങൾക്കൊരു ജ്യൂസ് ഷോപ്പ് ഉണ്ടായിരുന്നു പണ്ട്. അപ്പൊ അവിടുത്തെ മെയിൻ ഐറ്റം ആയിരുന്നു ഇത്. ഓ ചേച്ചി ഇത് എവിടെ നിന്നാണ് പഠിച്ചത് ഇങ്ങനെ? ഇത് ആക്ച്വലി ഞങ്ങൾ കോഴിക്കോട് നിന്ന് ആണ് പഠിച്ചത്. അവിടെ ഒരു ഷോപ്പിൽ കണ്ടിട്ടാണ്. പിന്നെ അപ്പൊ ചേട്ടനാണ് ഇതിൻ്റെ ഒരു കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അത് നമുക്ക് ചെയ്താലോ എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ വന്ന് നമ്മൾ അങ്ങനെ ഒരു ഇതാണ്. അപ്പോൾ ആ സാധനം ഫലൂഡ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഉച്ചക്ക് പിന്നെ ഒരു നേരത്തെ ഭക്ഷണം എനിക്കൊന്ന് ഉച്ചക്ക് ഇത് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വയറ് ഫുള്ളാവും. അത്രയും കംപ്ലീറ്റ് കളർഫുൾ ആണ്. ഒരു ചെറിയും കൂടെ മോളുണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഒരു ഭംഗി ഉണ്ടായിരുന്നോ കാണാൻ. തൽക്കാലം ചെറി ഇല്ല, നമ്മള് ടൂട്ടി ഫ്രൂട്ടി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. സംഗതി റെഡിയായി. അപ്പൊ നമ്മുടെ ഡെസേർട്ട് ഇന്നലത്തെ റെഡിയായി. കളർഫുൾ ആയിട്ടുള്ള ഇത് കഴിക്കണ്ടേ? പിന്നെ തീർച്ചയായിട്ടും ഇത് ശരിക്കും മിക്സ് ചെയ്തിട്ട് വേണം കഴിക്കാനായിട്ട്. ഫുൾ ഇതിലേക്ക് അങ്ങ് മിക്സ് ആവണം. ഓ ഇത് കഴിക്കാൻ കുറച്ച് പാടാട്ടോ. അത് ആക്ച്വലി ഈ ഗ്ലാസ്സിലല്ല, നല്ല പിന്നെ നമ്മള് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഗ്ലാസ്സില് അടിയിൽ ഇങ്ങനെ ഭയങ്കര ടേപ്പറിങ് എൻഡ് ആയിട്ട് ഇവിടെ വാത് വന്നിട്ട് ഇങ്ങനെ തുറന്നിരിക്കും. അപ്പൊ ഇതൊന്നും പുറത്തേക്ക് പോവേയില്ല. എല്ലാം നല്ലോണം മിക്സ് ചെയ്യാനും നമുക്ക് പറ്റും. ക്രിസ്മസ് ആയിട്ട് ഞാൻ മധുരം തന്നില്ല എന്നുള്ള പരാതി വേണ്ട. ഇതുപോലൊരു ക്രിസ്മസ് ഇതിനു മുമ്പ് ആഘോഷിച്ചിട്ടില്ലല്ലോ. എന്റെ ഫസ്റ്റ് ക്രിസ്മസ് ഞാൻ ഇത്രയും കുറെ വിഭവങ്ങളും അവസാനം ചേച്ചി കുറെ കളർഫുൾ ആയിട്ടൊരു ഫലൂഡയൊക്കെ ഉണ്ടാക്കി തന്നത് അല്ലേ?
ശരി, ഇത് തിന്നുന്നതിന്റെ ഇടയിൽ കൂടെ ഞാൻ വർത്തമാനം പറഞ്ഞ് അത് കഴിക്കാൻ പറ്റുന്നില്ല. ഇത് നമ്മുടെ മൂക്ക് ഇഷ്ടമാണോ? മോക്ക് കുഴപ്പമില്ല, താല്പര്യം ഇല്ലെന്ന് തോന്നല്ലേ? അതെന്തായാലും കഴിച്ചോ? 2 എണ്ണം ഞാൻ കഴിച്ചോളാം. നീതുവിന്റെ പഴയ ക്രിസ്മസും പുതിയ ക്രിസ്മസും തമ്മിൽ എന്താ അങ്ങനെ ഒരു വ്യത്യാസം തോന്നുന്നത് എന്താ? എനിക്ക് നല്ല വ്യത്യാസം തോന്നുന്നുണ്ട്. പഴയ ക്രിസ്മസ് എന്ന് പറയുമ്പം എല്ലാവരും ഒരു ആത്മാർത്ഥമായിട്ട് ആഘോഷിക്കുന്ന ഒരു സംഭവമായിരുന്നു. ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം വീട്ടില് ഫോർ എക്സാമ്പിൾ ഒരു സ്റ്റാർ ഇടാനാണെങ്കിൽ പോലും അത് നമ്മൾ ആരെയും കാണിക്കാനൊന്നുമില്ല, നമ്മുടെ ഒരു സന്തോഷത്തിന് എല്ലാം ചെയ്യുന്നു. ഇതങ്ങനല്ല. ഏറ്റവും കൂടുതൽ ലൈറ്റ് ഏത് വീട്ടിൽ ഇടുന്ന എന്ന് നോക്കിയാണ്. സത്യം, അത് മറ്റുള്ളവരെ ഒരു മത്സരിച്ച് ചെയ്യുന്ന പോലാണ് എനിക്ക് തോന്നിയത്. പക്ഷെ എനിക്ക് തോന്നി ഇപ്പം എന്റെ ഒരു അഭിപ്രായം ഇപ്പൊ കൊറേ ആഘോഷങ്ങളൊക്കെ ക്ലബുകളിലേക്കൊക്കെ ഒതുങ്ങി അവിടെ വീടുകളിനേക്കാളും കൂടുതൽ ഇതുപോലുള്ള ക്ലബ്സിലാണ് അവിടെ ഭയങ്കര ഒരു ആഘോഷം, അവിടുത്തെ കോമ്പറ്റീഷൻ. ഇപ്പൊ തന്നെ ഈ ക്രിസ്മസ് കാലത്ത് ഞാൻ 2 സ്ഥലത്ത് പോയി ഫംഗ്ഷൻ, അവരുടെ കായിക എന്തൊക്കെയോ കോമ്പറ്റീഷൻസോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പ്രൈസ് ഒക്കെ കൊടുക്കാനും കൂടുതൽ റെസിഡൻസ് അസോസിയേഷന്റെ കീഴിലാണെങ്കിൽ ഇവരെല്ലാരും കൂടെ ഒരുമിച്ച് ഒരു ഫാമിലി എല്ലാരും അങ്ങനെയൊക്കെ ആഘോഷിച്ചു. ഇപ്പൊ വീടുകളിലേക്കൊക്കെ ആഘോഷം ഒരു സ്റ്റാർ തൂക്കലിൽ ഒതുങ്ങി എന്നാണ് എനിക്ക് തോന്നുന്നത്. പണ്ടങ്ങനെ ആയിരുന്നില്ല. പിന്നെ വേറെ എന്താ, എനിക്ക് വേറെ ക്രിസ്മസിനെ പറ്റി പറയാനായിട്ട് ഭയങ്കരമായിട്ടുള്ള ഓർമ്മകളൊന്നുമില്ല. എന്തായാലും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു സമയമാണ്, ഒരു കൂൾ മന്താണ് ഡിസംബർ. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഹാപ്പി ആയിട്ട് ക്രിസ്മസ് ആഘോഷിക്കുക. എല്ലാവർക്കും നല്ലത് തന്നെ വരട്ടെ എന്നാണ് ഞാൻ എൻ്റെ ആഗ്രഹം. അതുപോലെ തന്നെ ക്രിസ്മസ് കഴിയുമ്പോഴത്തേന് പിന്നെ ന്യൂ ഇയറിന്റെ സെലിബ്രേഷൻ ആവും അല്ലേ? അതെ, എൻ്റെ ഇന്നില്ല സെലിബ്രേഷൻ. ക്രിസ്മസ് കഴിഞ്ഞു, പിന്നെ ന്യൂ ഇയർ ആയി, പിന്നെ അങ്ങനെ ഒരു ആഘോഷങ്ങളുടെ ഒരു സമയമൊക്കെ ജാനുവരി, ഫെബ്രുവരി, മാർച്ച് ആകുമ്പോഴത്തേക്കും പിന്നെ ഉത്സവങ്ങളായി. അങ്ങനെ ഒരുപാട് ആഘോഷങ്ങളുള്ള സമയം തന്നെയാണ്. ഐസ്ക്രീം കഴിക്കാനായിട്ട് ഒരാൾ അവിടെ കൊതിച്ച് നിൽക്കായിരുന്നു അല്ലേ? അമ്മ പറഞ്ഞു ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. ഇഷ്ടല്ലേ? അമ്മ എതിരായിട്ടൊന്നും പറയില്ല കേട്ടോ, പക്ഷെ ഭയങ്കര കൊതിയുള്ള സാധനമാണ്, എനിക്കറിയാം. ചുഞ്ചമ്മിക്ക് ഒരു സ്പൂൺ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഒരു പാട്ടും കൂടെ പാടിയിട്ട് നിർത്തിക്കോ. കൊള്ളാമോന്നൊന്ന് നോക്കിയേ. ഇത് കഴിച്ചിട്ടില്ലല്ലോ ഇതിനു മുമ്പ്. ഞാൻ ഇതുവരെ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. ഇതുവരെ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. നമ്മുടെ കയ്യിൽ ഇത്രയും കഴിവൊക്കെ ഉണ്ടായിട്ട് ഇതുവരെ ഉണ്ടാക്കി തന്നിട്ടില്ല അല്ലേ? പിന്നെ ഐസ്ക്രീം വാങ്ങി വെച്ച ഉടനെ ചുമയൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കഴിയുന്നത്. ഐസ്ക്രീം, തണുത്ത ഫുഡ്, ഇതൊന്നും. കൊള്ളാമോ? ഇഷ്ടപ്പെട്ടോ? ഇത് തണുത്ത തൊണ്ടയൊക്കെ ചീത്തയാകുമ്പോൾ ഒരു പാട്ടും കൂടെ പാടിയിട്ട് നമുക്ക് നിർത്താം. Jingle bell, jingle bell, jingle all the way. How enchanted you are on a festive day. Hey, jingle bell, jingle bell, jingle all the way. ബാക്കി അറിഞ്ഞൂടാ. Bless you like on a festive day. Hey, jingle bell, jingle bell, jingle all the way. എന്തായാലും എല്ലാവർക്കും, കൗമുദിയുടെ എല്ലാ പ്രേക്ഷകർക്കും, എന്റെ കുടുംബത്തിന്റെ വകയും ഈ വർഷം ഫസ്റ്റ് ക്രിസ്മസ് ആഘോഷിക്കുന്ന നീതുവിന്റെ കുടുംബത്തിന്റെ വകയും ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ.